شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا ترى العين الحنون تريد زينة الحياة الدنيا ولا تزين من غفلنا قلبه عن ذكرنا واتبع هواه. പ്രിയമുള്ള ബഹുമാനപ്പെട്ട ആലമാശികളുടെ മുത്തലിങ്ങളുടെ സദസ്സിലുള്ള സഹോദരന്മാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്നോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോ ഏതാണ്ടും നിങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കി കാണും. രണ്ട് കാര്യം. നമ്മുടെ എല്ലാമായിരുന്ന മാത്രമല്ല ഇന്നും നമ്മെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മൾ ബഹുമാനപ്പെട്ട മഹാനിവർ നമ്മിലേക്ക് ഏൽപ്പിച്ചു പോയ ഒരു സ്ഥാപനത്തിൻ്റെ ഭാവി കാര്യങ്ങൾ മഹാനിവറുകൾ പ്രതിദാനം ചെയ്തുകൊണ്ടിരുന്ന സംഘടന കാര്യം, ഈ രണ്ട് കാര്യത്തിലുള്ള ഭാവി പരിപാടികൾ ഇവിടെ വിളംബരം ചെയ്യുകയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശമെന്ന് നാം എല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ബഹുമാനമുള്ള മുഴുവനെ സഹോദരന്മാരെ മനസ്സിലാക്കണം. ഞാൻ നിരൂപിച്ച് പറയാൻ അതിനുള്ള സന്ദർഭവും ഇതല്ല. ഇവിടെ അനേകം ആരും ഉണ്ടായിട്ട് എപ്പോഴാണ് ഉണ്ടായത്, അത് ആരെല്ലാം ആ ബാധ ആ വൈറസ് ആരിലാണ് ബാധിച്ചത് ഇവിടെ വളരെയധികം സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടു. ഒരു മുഖ്തദീനെ മാത്രമല്ല, മുഖ്തദീനെ എതിർക്കാൻ വേണ്ടി ഞങ്ങളാണ് കച്ച കെട്ടി ഇറങ്ങി എന്ന് പറയുന്നതിൽ പോലും ആ വൈറസ് ഇന്ന് പിടികൂടിയിരിക്കുകയാണ്. അവരറിയാതെ തന്നെ ഇവിടുത്തെ മുഖത്ത് ഈ പ്രസ്ഥാനക്കാര് ഇവിടെ അതുവരെ കാലങ്ങളോളം നടന്നു വരുന്ന ആചാരങ്ങൾ യാതൊരു അനീതിയുമില്ലാതെ ശിഥിലീകരണമില്ലാതെ ഏകോദര സഹോദരന്മാരായിട്ട് ഏക അഭിപ്രായക്കാരായിട്ട് ജീവിച്ചു പോരുന്ന മുസ്ലിമുകളെ അനേകത്തിലേക്കാക്കിക്കൊണ്ട് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടും കുഴപ്പങ്ങളും വക്കാണങ്ങളും ഉണ്ടാക്കി അനേകത്തിലേക്ക് നയിച്ചപ്പോൾ മനസ്സിലാക്കുക, അതിനെ തീർക്കാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടന, അതിലും ആ അനേകത്തിന്റെ വൈറസുകൾ വന്നപ്പോ ആ രോഗം പിടിപെട്ടപ്പോ എന്റെ ബഹുമാനമുള്ള ശ്രോതാക്കളെ നിങ്ങളെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം പേടിച്ച് ജീവിക്കുന്ന
ഉഹ്റവിയാലിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു മനസ്സാധ്യമുണ്ടായി. അത് ഉണ്ടാകുകയില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഇമാം ജുബൈരി തങ്ങൾ വലിയൊരു മഹാന. ഇമാമുൽ ഹറമൈൻ തങ്ങളുടെ വാപ്പയ. ഇമാമുൽ ഹറമൈൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും പണ്ട് ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. സാധാരണക്കാർക്ക് അറിയാമല്ലോ ഇമാം ഗസാലി തങ്ങൾ. ഇമാം ഗസാലി തങ്ങൾ കാലങ്ങളോട് ശിഷ്യത്വം അംഗീകരിച്ച, ശിഷ്യനായി കൂടി മരിക്കോളം ശിഷ്യനായി ജീവിച്ച മാനവരുടെ ഗുരുനാഥനാണ് ഇമാമുൽ ഹറമൈൻ. അങ്ങനെയുള്ള മഹാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ തങ്ങൾ വാപ്പിയും ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ തങ്ങൾ ഉസ്താദുമായിരുന്നു ഇമാം ജുബൈർ. ഇമാം ജുബൈറിനെ സംബന്ധിച്ചോളം അന്നത്തെ ലോകത്തിലുള്ള അലമാക്കൾ ആകമാനം ഏതെങ്കിലും നാട്ടിലെ ഒരാളല്ല. എന്ന് ഇത്തഫഖൽ ഉലമാ ഇക്കാലത്ത് നബി വഴിയാണെങ്കിൽ അത് ഇമാം ജുബൈരി ആവട്ടെ ആയിരുന്നു. മാത്രം മഹത്തരമുള്ളൊരു മഹാനായിരുന്നു അത്രേ ഇമാം ജുബൈരി തങ്ങൾ. ആ ഇമാം ജുബൈരി തങ്ങളുടെ മകനാണ് ഇമാമുൽ ഹറമൈൻ തങ്ങൾ. ഇമാമുൽ ഹറമൈനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ആരാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ? നിങ്ങൾ മനസ്സിലാക്കൂ. അങ്ങനെ ഇമാമുൽ ഹറമൈൻ തങ്ങൾ വാപ്പിയുമായിട്ട് ഒരു മസ്ജിദിൽ ഇടച്ചിലുണ്ടായി. സ്വന്തം വാപ്പ ഉസ്താദ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അറിവ് പറയുകയാണെങ്കിൽ ഒരു ഹദീസ് രണ്ട് മൻ തഅമ്മദ അലയ്യ കദിബൻ ഫഖദ് കഫർ. എന്റെ മേലായാലെങ്കിലും കളവ് ഉണ്ടാക്കി പറഞ്ഞാൽ അവൻ കാഫറായി. യഥാർത്ഥം പറഞ്ഞ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ നിങ്ങൾ മനസ്സിലാക്കുകയും ആ ബഹുമാനപ്പെട്ട ഇമാം ജുബൈരി തങ്ങൾ അതപ്പടി തന്നെ അത് അംഗീകരിച്ചു. മറ്റൊരു തെളിവീരുമില്ല. ഇത് ശരിയല്ല, ഇത് അങ്ങനെയല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ തങ്ങൾ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ അഥവാ മകൻ ശിഷ്യൻ ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറയാണ്, ഇത് എന്റെ വാപ്പക്കുണ്ടായ അല്ലെങ്കിൽ എന്റെ ഉസ്താദ് വന്നുപോയ ഒരു ദോഷം ഒരു തെറ്റാണെന്ന് ലോകസമക്ഷം വളരെയധികം സവിസ്തരമായിട്ട് പ്രതിപാദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ മനസ്സിലാക്കൂ. ദീൻ ഇസ്ലാമിന്റെ ശ്രേഷ്ഠ. ഒരു തെറ്റ് ആര് വക്കുന്നു വന്നാലും ആ വ്യക്തിത്വമില്ലാതെ വ്യക്തിയുടെ മുഖത്ത് നോക്കാതെ തെറ്റ് തെറ്റാണെന്ന് വരാനുള്ള ഒരു സന്മനസ്സായിരിക്കണം ഇസ്ലാമിലുണ്ടാവും. ഇതെല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബിലെ ഗ്രന്ഥങ്ങൾ പറയുകയാണ്. ഫത്താഹുൽ കുബർ എന്റെ 3 ആഴ്ച നോക്കിയാൽ കാണാം. പടച്ചവനെ വളരെയധികം വിനയാന്വിതനായിട്ട് നിന്നോട് കേണപേക്ഷിക്കുകയാണ്, താണ് കേണപേക്ഷിക്കുകയാണ്. പടച്ചവനെ ഈ ഒരു നിലവാരം, ഈ ഒരു നിഷ്പക്ഷത നിലനിർത്തിത്തരണമേ പടച്ചവനെ എന്ന്. എന്താണ് തെറ്റ് ആര് വക്കെന്ന് വന്നാലും ആ തെറ്റിന്റെ ഉടമയുടെ മഹത്തരം മനസ്സിലാകുന്നതും കണക്കിലെടുക്കാതെ തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം. ലോകസമക്ഷം അത് ചെയ്യുന്ന ആ വ്യക്തിയുടെ മഹത്വം നോക്കാതെ വ്യക്തി ആര് തന്നെയാണ് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാലത്തിൽ നബീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായിട്ട് ഒരാളെ ആക്കിയാണെങ്കിൽ അത് ഈ ഇമാം ജുബൈരി ആവട്ടെയായിരുന്നു എന്ന് ലോകം ആലിമ്യങ്ങളെല്ലാം തന്നെ അഭിപ്രായപ്പെട്ട ഒരു മഹാനവലൻ. അത് തന്നെയും തന്റെ വാപ്പയും ഉസ്താദുമായ ഒരു മഹാനവലൻ. എന്നിട്ട് ഒരു തെറ്റ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശിഷ്യനായ മകൻ പറയുകയാണ്, ഇത് എന്റെ വാപ്പയും എന്നിട്ട് എന്റെ ഉസ്താദ് വന്നുപോയ തെറ്റാണെന്ന് ലോകസമക്ഷം പ്രഖ്യാപിച്ചപ്പോ പടച്ചവൻ ഈ നിലവാരം, ഈ നിഷ്പക്ഷത ആരുടെയും നിലവാരം നോക്കാതെ, വ്യക്തിത്വം നോക്കാതെ കാര്യങ്ങൾ കാര്യമായി സത്യമായിട്ട് പറയാനുള്ള ഒരു നിലവാരം പടച്ചവനെ ഇമാം ഇബ്നു ഹജർ നിങ്ങൾ ഫത്താഹുൽ ഖുബറിൽ പറയാം. പടച്ചവനെ ഈ നിലവാരം വ്യക്തിയുടെയോ സംഘടനയുടെയോ വേറെ ഏതെങ്കിലും ഒന്നിന്റെയോ അടിസ്ഥാനത്തില് ആ നിഷ്പക്ഷ വിട്ടുകൊണ്ട് ഓക്കെ
അത് ശരി, നിങ്ങളല്ലേ പറഞ്ഞു, അയാളല്ലേ പറഞ്ഞു എന്ന് പറയാ പറ്റാത്ത ഒരവസ്ഥ പടച്ചവനെ രീതിയിൽ ഉണ്ടാക്കണമേ എന്നതായിരുന്നു അതിൽ ബഹുമാനപ്പെട്ട ഇബ്നു ജർദുകൾ. ഈ ദുആയുടെ സാക്ഷാത്കാരമാണ്, അതിന്റെ മാസമൊക്കെയാണ് എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ കേരള സംസ്ഥാന ജീവിതത്തിൽ വേണം നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഇവിടെ ബിദഈ പ്രസ്ഥാനം വന്നപ്പോൾ അന്നത്തെ ഈ പ്രസ്ഥാനത്തിന് രൂപമല്ല ഇന്നത്തെ ഈ പ്രസ്ഥാനം. അന്ന് എല്ലാം കൊണ്ട് കൊഴുപ്പുള്ള അർത്ഥവും സാമ്പത്തികവും എല്ലാം തന്നെയുള്ള വരെയായിരുന്നു ഈ പ്രസ്ഥാനം. അങ്ങനത്തെ ഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസകരമായി. എന്തുകൊണ്ട് അന്നത്തെ നമ്മുടെ പണ്ഡിതന്മാർക്ക്, സുന്നി പണ്ഡിതന്മാർക്ക് യാതൊരു അർത്ഥവുമില്ല, മുതലില്ല, സാമ്പത്തികം, കഴിവില്ല, ഒന്നും തന്നെ ഇല്ലാതിരുന്ന ആ പണ്ഡിതന്മാർക്ക് ഇതിന് പ്രതിരോധിക്കാതെ പറഞ്ഞാൽ മറുഭാഗത്തുള്ള കക്ഷിയുടെ ഒരേ നിലവാരത്തിൽ ദുനിയവിയായി പറഞ്ഞാൽ സാമ്പത്തികമില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ആ എല്ലാം തന്നെ തികഞ്ഞ അവരോട് പ്രതിരോധിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമമുള്ള സംഗതിയായിരുന്നു, നിസ്സാര സംഗതിയായിരുന്നു. അങ്ങനെ ഏതോ ആവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാവുന്നുള്ള ഏക പ്രതീക്ഷയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു. ഇബ്നു ജർദുകളുടെ ദ്വാന്റെ ഫലം ഫളറാതനിലേക്ക് അല്ലാഹുമ്മ എന്ന് പറഞ്ഞ ദ്വാന്റെ പ്രതിഫലം. ആ സംഘടന പ്രതിരോധിച്ചു. വളരെ നിഷ്പക്ഷമായിട്ടായിരുന്നു പ്രതിരോധം. എവിടെങ്കിലും പോകാന്ന് പറഞ്ഞാൽ പൈസയില്ല, അതിന് എങ്ങനെയോ കൂടി ഉണ്ടാക്കി പോകണം. അന്ന് പിരിപ്പിക്കാന്ന് പറഞ്ഞാലും സാധാരണക്കാരന് പൈസയില്ല. മുതലാളിമാരെല്ലാം മറുഭാഗം, എല്ലാവരും അല്ലെങ്കിൽ തന്നെയും മാനസികമായിട്ട് ആ ഭാഗം. അവരുടെ ന്യായങ്ങളും അവരുടെ വശങ്ങളെല്ലാം കേട്ട് അതാണ് സത്യം, സുന്നി പണ്ഡിതന്മാർക്ക് ഒന്നുമില്ല, ഇതെല്ലാം തന്നെ മാവരി എന്ന് പറഞ്ഞതുപോലെ ഇത് ഉപ്പമാർ കൊണ്ടടക്കുന്നതല്ല, സത്യം വിചാരിച്ച് നടക്കുന്നവരാണ് ഇവരുടെ യാഥാർത്ഥ്യമില്ല, ഇതിലില്ല, ഹുജ്ജത്തില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു ഭാഗമായിരുന്നു അന്നത്തെ മുതലാളിമാർ. ആ അവസ്ഥ കൊണ്ട് തന്നെ സുന്നികൾക്ക് സഹായിക്കാനും അവർക്ക് മടിയായിരുന്നു. പിന്നെ ഇവിടെ ആരാണ്ടായിരുന്നത് വെറും വളരെയധികം വിഷമിച്ച സാധുക്കളായ പണ്ഡിതന്മാരും അവരോടൊപ്പം സാധിക്കും. ഇസ്ലാമിന്റെ നല്ല ലോകത്തിന്റെ ആദ്യം മുതലേ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ കക്ഷിന്റെയും ഹക്കിന്റെ ഒളിവിയുടെയും അവസ്ഥ. അവർക്ക് ആളുണ്ടാവില്ല, അർത്ഥമുണ്ടാവില്ല, മുതലുണ്ട്. അതെല്ലാം സംഭരിച്ചുകൊണ്ട് അതിന്റെ മേലും മുതലിന്റെ മേലും ദുനിയാവിന്റെ മേലും പേരിന്റെ മേലും പെരുമിന്റെ മേലും കിടന്നു പറയുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ഹക്കിന്റെ കക്ഷിയിൽ ഉണ്ടായിട്ടില്ല. 3 4 അമ്പിയാക്കന്മാർ രാജാക്കന്മാരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ അമ്പിയാവതല്ല സമ്പത്തെ കൈകൊള്ളാനല്ല, അല്ലെങ്കിൽ ആ നാട്ടിൽ തറവാട്ടിക്കും മറ്റെല്ലാം ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നും. ഇത് പഴയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങനെ വളരെയധികം വിഷകരമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടായി. അതൊത്തിരി സമസ്തയുടെ ജീവിതത്തിലാണ്. നിങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കണം. സമസ്ത കേന്ദ്രത്തിലും പ്രതിരോധിച്ചെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന ഒന്നും കഴിഞ്ഞിട്ടൊന്നും വിചാരിക്കണം. അന്ന് സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ ശൈഖന്മാര്, ഈ സംസ്ഥാന പണ്ഡിതന്മാരുടെ ശൈഖന്മാർ തന്നെയാണ് പ്രതിരോധിച്ചത്. ഇന്ന് ആധുനിക സമസ്ത എന്ന് പറഞ്ഞ ഏതാണ് ചെറുപ്പക്കാരല്ല, മനസ്സിലാക്കണം. സമസ്ത പ്രതിരോധിച്ചത് വരുമ്പോ സംസ്ഥാനക്കാർക്ക് പിന്നെന്താണ് വഴിയുണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കരുത്. അന്ന് സംസ്ഥാനം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിന്റെ നേതാക്കൾ അവരാണ് ബഹുമാനപ്പെട്ട സദഖ് മുസ്ലിയാരെ പോലുള്ള അവരൊക്കെ നമ്മുടെ നേതാക്കളാ, സംസ്ഥാനത്തിന്റെ നേതാക്കളാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയക്ക് അവർ ആശയിക്കുന്നതിലാണ് സംസ്ഥാനം. അപ്പൊ സമസ്ത അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മക്കതിൽ പങ്കില്ലാന്ന് കരുതി നമ്മൾ കൂടിയുള്ള സമസ്തയെ അഥവാ സംസ്ഥാനയുടെ നേതാക്കളായിരുന്ന മഹാന്മാർ ഉൾപ്പെടെയുള്ള സംസ്ഥയാണ് എന്നല്ലാതെ അവർ വേറെ സംസ്ഥ ഒറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല. സംസ്ഥാനത്തിന്റെ ശൈഖന്മാരും സംസ്ഥാനം ഉണ്ടാക്കിയൊരു ഉൾപ്പെട്ട സംസ്ഥയല്ലാതെ ഹക്കിന്റെ അടിയിൽ അതിനുശേഷമുള്ള സംസ്ഥ ഉണ്ടായിട്ടില്ല.
ഒരു കാര്യോട് ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇവനെ ജനങ്ങൾ വാക്കുപരമായിട്ട് ഒരു പേരെന്ത് തന്നെ ആയാലും ആ ഒരു നിഷ്പക്ഷം വരിൽ കൂടിയിട്ട് ഒരു വ്യക്തി യാതൊരു നിലവാരം നോക്കാതെ സംഘടന നിലവാരം നോക്കാതെ ഹക്കായി വരുന്ന ഒരു സംഘടന, അതാണ് കേരള സംസാരം. അതിനെ സഹായിക്കുക, അതിന്റെ മേക്കിൽ കൂടുക, എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ അതാണ് നിർബന്ധം. നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കോടി ഉറുപ്പകൾ ചെലവാക്കിയിട്ട് ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പയാക്കിയിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് എന്തായിരുന്നു ഉപദേശം? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പച്ച ഒന്നുകൂടെ 40 ആൾ ഒപ്പിട്ടു. നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് ആ സമസ്തയിൽ 40 മെമ്പർമാർ തന്നെ ഇല്ല. അത് തെളിയിക്കണം. എന്നതിലുപരി ആ യോഗ റിപ്പോർട്ട് ചെയ്യുന്ന അന്നത്തെ സുന്നി ടൈംസ് ഈക്കന്റെ എഡിറ്റർ എഡിറ്റർ ആ പത്രത്തിൽ തന്നെയും വന്നത് 20-ൽ പരം ആളുകൾ പങ്കെടുത്തു എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത്രയും പേര് ആൾ കൂടിയെടുത്തെന്ന് അതിന്റെ സമുന്നതനായ അതിന് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി 40 ആൾ ഒപ്പിട്ടു ഒരാൾ വിവാഹ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഹക്കാണ്. എന്റെ അടുത്ത് ഒന്നല്ല, ഈ പഴയ റിക്കാർഡുകളെ സൂക്ഷിക്കുന്നവരായതായാലും അവരെ കയ്യിൽ കാണാം. ഈ എഡിറ്ററായിരുന്ന ആ സുന്നി ടൈംസില് ഈ റിപ്പോർട്ട്, ഈ യോഗത്തിന്റെ റിപ്പോർട്ട് 1967 ഏപ്രിൽ 8 കൂടിയ ആ യോഗത്തിന്റെ റിപ്പോർട്ട് 20-ൽ പരം ആളുകൾ പങ്കെടുത്തു. അന്ന് തന്നെ എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ 20-ൽ പരമെന്ന് പറഞ്ഞതിന് അതിന് സംസ്ഥാനಕ್ಕೆ ഞങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. 20 ആളുണ്ടായിരുന്നോ? ആ മുഷാവറ മെമ്പർ ഞാനല്ലെങ്കിലും ഞാൻ കാണാൻ പോയത്. എന്റെ ശേഷം ഇങ്ങനെ തുടങ്ങിയുള്ള 17, 16 വരെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ തന്നെ 3-4 അതിനെ എതിർത്തേക്കാണ്. അതെങ്കിലും ആ വിയോജിപ്പ് മിനിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ഈ തലയാട്ടി എന്നല്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടായില്ല. ഇരിക്കട്ടെ, ഇനി എന്തോ ആവട്ടെ. 41 ആള് ഉണ്ടായിരുന്നിട്ടാലും എന്ന് പറയുന്ന ആ വ്യക്തി ആ നാട്ടിലും അതിന്റെ നാട്ടിലും ഉണ്ടായിട്ടില്ല, അടുത്ത നാട്ടിലുണ്ടായില്ല. പിന്നെന്താ, അയാൾ ഒന്നുമില്ല, ആ പറഞ്ഞ വ്യക്തി ഒന്നിലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന സമസ്ഥാനിൽ 960, അതിനുശേഷം വന്ന സംഘടന ഈ 8-ാം തീയതിക്ക് ശേഷം വന്ന അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഉസ്രവി ആലിമ്യങ്ങളെല്ലാം തന്നെ അതിനൊന്നും വളരെയധികം സംഭവം അതുപോലെ വിവരിക്കല ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞെങ്കിലും ചുരുക്കം പറ്റും. ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്ത് പോലുള്ള മഹാന്മാരുകളെല്ലാം തന്നെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട തത്വസംസാരം ഉണ്ടാക്കിയ സംഘടനയിൽ കുറെ കാലം കഴിഞ്ഞിട്ട് കയറിക്കൂടിയ ആളാണ് ഈ വ്യക്തി. ഇയാൾക്ക് 41 ആൾ ഒപ്പിട്ടാൻ പോലും പറയാൻ അവകാശമില്ലല്ലോ. അയാൾ അധ്യക്ഷയിലാണ് പാസ്സാക്കിയത്. ഈ ഹുത്തുബ സ്പീക്കറിൽ കൂടി ആവരുതെന്ന് ചെയ്യരുതെന്ന് എല്ലാ സത്യന്മാരോടുള്ള ആഹാരം ഈ 39 ആളും ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ അധ്യക്ഷനുണ്ടാക്കിയതാണ്. പിന്നെ എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ അതേ സംബന്ധിച്ച് പറഞ്ഞാൽ നാദാവരക്കാരോട്ട് പറയേണ്ടതില്ല. ഇവിടെ അടുത്ത് വെച്ചിരുന്ന അവിടെ ഒരു വാദപ്രകാരത്തിന് വെച്ചു. ലൗഡ് സ്പീക്കറിൽ കൂടിയുള്ള ജുമാഅത്തുമായി സംബന്ധിച്ചുള്ള വാദപ്രകാരം. പക്ഷേ വാദപ്രകാരത്തിന്റെ ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരോട് ഞമ്മടെല്ലാം കബറിന് സ്വർഗ്ഗത്തോപ്പിൽ പ്രഭാകത്തിൽ മാറാകട്ടെ. നമുക്ക് ആരോടും വ്യക്തിയിൽ ദേഷ്യമില്ല. അങ്ങനെ അവിടെ വന്നു. അങ്ങനെ കുത്തുമിക്കങ്ങനെ ഫത്വയില്ല, മറ്റില്ല, അങ്ങനെ കുറേ. ചെറുശ്ശേരിന്റെ സ്ഥാനം വന്നപ്പോ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരുന്നത് കുത്തുബിക്ക് അങ്ങനെ ഫത്വയുണ്ട്, പക്ഷേ കുത്തുബി ആ ഫത്വ ചെയ്ത് അത്തുംബിത്തായിരുന്ന കാലത്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ അടിക്കടി ഈ വാക്കുകൾ മാറ്റി എന്തിനത് ഞാൻ മറ്റൊന്ന് പറയാല്ല. അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം തന്നെ പോകാനുള്ള കാരണം ഇങ്ങനെ ചില വാക്കുകളാണ്. ഇങ്ങനെ വാക്ക് പൊഴിക്കുകയോ മാറ്റിപ്പൊരുകയോ ചെയ്തൊരു വ്യക്തി പറഞ്ഞാണ് ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 39 ആൾ ഒപ്പിട്ടിട്ട് യഥാർത്ഥം പറഞ്ഞാൽ ഇനി മറുപടി ഞങ്ങളല്ല പറയുന്നത്.
അന്നത്തെ യോഗ റിപ്പോർട്ട് ചെയ്ത ആ സുന്നിട്ട് എന്റെ എഡിറ്റർ എഴുതി കഴിച്ചു. അതിൽ തന്നെ പറഞ്ഞു ഇതിൽ പരമാവധി. എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ, അങ്ങനെ ആരുടെയും മുഖം നോക്കാതെ ആർക്കു വേണ്ടിയും പറയാതെ വെറും ദീൻ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് ദീനോട് മാത്രം പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു സംഘടന കേരള സംസ്ഥാനത്തിലുള്ള സംശയം. അങ്ങനെയുള്ള സംസ്ഥാന നിമിത്തിലുള്ള നായകനായിരുന്നു. അതിന്റെ നിയന്ത്രണം മരണം വരെ കൊണ്ടാടായിരുന്നു ബഹുമാനപ്പെട്ട നമ്മളെല്ലാം. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന. പിന്നൊരു കാര്യം, ഞാൻ ഈയിടെ ഹജ്ജിനും മറ്റൊക്കെ പോയപ്പോ ഒരുപാട് ആളുകൾക്ക് ഒരു ചോദ്യം. എന്താ ചോദ്യം? നിങ്ങൾ കീയന്റെ ആളായിട്ട് കീയനക്ക് ഇങ്ങനെ സനത് കൊടുക്കലും മറ്റൊക്കെ വെറുപ്പല്ലേ? ഞാൻ അന്തം കൂട്ടി എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ശൈഖുന ഇവിടെ കോളേജ് സ്ഥാപിച്ചപ്പോ ആണെന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു യോഗത്തിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങള് പ്രിൻസിപ്പാളായി. എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു പണ്ടേ നടക്കുന്ന ദർസാണെങ്കിൽ അതിനൊരു പ്രിൻസിപ്പാൾ ഒരു പദവിയും ഒരു സ്ഥാനമുണ്ടോ? ഇല്ലല്ലോ. മുദ്രിസ്യങ്ങളുണ്ടാവും, അതിന് പ്രിൻസിപ്പാൾ ഒന്നും പറയാറില്ല. ബഹുമാനപ്പെട്ട മഹാനവരുടെ നാവോട് തന്നെ പറഞ്ഞ പ്രിൻസിപ്പാൾ എന്നൊരു സ്ഥാനം. ഇത് നിങ്ങളെന്താ പറയുക? മൂപ്പരും വിധിച്ചു വന്നാൽ പിന്നെ മൂപ്പര് വിധിച്ച് നമുക്കെന്താ? ഞങ്ങളെ മൂപ്പരും കൂടെ. പിന്നെ മാത്രമല്ല, നേരത്തെ നമ്മൾ അഹമ്മദ് വാക്കി പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മഹാനവരുടെ ഉസ്താദ് തർക്കണ്ടിയിലൊരാണ്, ഒരു വാക്യാത്ത ഭാഷയാണ്. പിന്നെങ്ങനെ ഒരു കോളേജ് വേണ്ടെന്ന് വരും? ഒരു സനത് വാങ്ങിയാണല്ലേ? ഒരു സനതില്ലേ? പിന്നെ ഈ സനതാണോ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഈയനോരി തർക്കണ്ടിയിലോരിയും ബന്ധം മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. പിന്നെ അതിന്റെ സന്ദർഭമായിട്ടില്ല മാത്രം അന്ന് മൂപ്പര് പറയും. ഇപ്പോഴല്ല അതിന് അല്ലെങ്കിൽ എന്തിനാ പ്രിൻസിപ്പൾ കൊടുക്കും? ആയതുകൊണ്ട് എന്റെ ശ്രോതാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ആശയത്തിനോ ആദർശത്തിനോ മഹാനവർ ഏതെങ്കിലും വക്കിനോ ഇന്ന് വരെയുള്ള ഇവിടുത്തെ ഫലായ കമ്മിറ്റി ആവട്ടെ, മറ്റൊരു കമ്മിറ്റി ആവട്ടെ, സംസ്ഥാനം ആവട്ടെ, യാതൊരു വിധത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ സനത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ ഈ സനത് എന്ന് പറഞ്ഞാൽ? എന്താ സനത്? സനത് പറഞ്ഞാൽ ഇസ്ലാമിൽ ഊഹാബോധത്തിന്റെയോ എല്ലാം കേട്ടുകളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇല്ല. ഒരു ചെറിയ സംഗതിയായാലും വലിയ സംഗതിയായാലും എല്ലാം തന്നെ അതിന് സനത് വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി, ആര് പറഞ്ഞു, ഇതാ സനത്. ചക്ക പോലെ തലവെച്ച് കൊണ്ട് നടക്കുന്ന സാധനമല്ല തന്നെ. അപ്പം കിതാബുകളെല്ലാം ഓതിയിട്ട് ഇതാ എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു ഇന്നാളാണ്, അയാൾ ഇന്നാളാണ് ഉസ്താദ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം, കസ്തല്ലാനി പോലത്തെ കിതാബിൽ ഒരു ഹദീസ് പറയും ഒബിഹി കാല. ഒബിഹി എന്താ? ഒബിഹിന്റെ ആ മുത്തസലായ സനത് കൊണ്ട് ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട കസ്തല്ലാനി ആദ്യത്തിന് മൂപ്പര് സനത് പറഞ്ഞു. സനത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്റെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഇമാം ബുഖാരിയിലേക്ക് എത്തിച്ച കഥ. ആ പരമ്പരയെ ഇങ്ങനെ കൊണ്ട് പറഞ്ഞ പോലെ ഇതാ ഒബിഹിക്കാല. ആ മുത്തസല സനത് പറയാൻ മുത്തസിരി എന്നതിന് കാല. ഇതാ സനത്. സനത് തന്നെ വേറൊരു കാര്യമല്ല. പക്ഷെ ഇപ്പം വരാൻ പറ്റിയെന്താ? ഇപ്പോഴാണ് സമയമായത്. പല കാര്യങ്ങളും ഈ ഊഹാബോധത്തിന്റെയും കേട്ടുപൊളി സ്ഥാനത്ത് ഇവിടെ സംസാര വിഷയമായി ഇങ്ങനെ കളിച്ചപ്പോ ഇനി നമ്മളെ കോളേജിൽ ഇല്ലാതെ പറ്റില്ല, സനത് വേണം. എന്നല്ലാതെ എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട വിളിക്കുകയും ഒരു പറഞ്ഞതിന്റെ എതിരല്ലോ ഓർ ചിന്തിച്ചിന്റെ അപ്പുറങ്ങൾ ആരും ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമില്ല, സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തന്നെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലത്തി തീരുമാനാകട്ടെ.
മഹാനവരെ പോലുള്ള മഹാന്മാരുടെ എല്ലാം അവരുടെ ചെയ്യലും അവരുടെ ചെയ്തിയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നവരാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അകത്തിരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. പിന്നെ മറ്റുള്ള കോളേജുകളിലെല്ലാം ഒരു കളി ولا تعديناك أنهم تريد زينة الحياة الدنيا ولا تطيع من أغفلنا قلبه ബഹുമാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു കൂട്ടം ഒരാൾക്കാർക്ക് വന്നിട്ട് നബിയെ തങ്ങൾ അവരെ കൂടെ ഇരിക്കരുത്, അവർ പാവത്തുകളാണ്, നാറുന്നവരാണ്, അവരെ ഒന്നിനും പറ്റാത്തവരാണ്, ഫുഖറാണ്, അവരെ കൂടെ തങ്ങൾ ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ പടച്ചോൻ ഇവരെല്ലാം കൂടി ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തങ്ങൾക്ക് തോന്നിപ്പോയി. അപ്പോഴിറങ്ങി ആയത്തെ വലാത്തനും തുരീദിനത്തിൽ ഹയാത്തി ദുനിയ വലാ തുഖീ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ വകാന അംറുഹു ഫുർഖാ. മറ്റുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ അവര് പോലെ നമ്മൾക്കാവും, അത് നോക്കണ്ട. തുരീദിനത്തിൽ ഹയാത്തി ദുനിയ അതുപോലെ ആവണമെന്ന് വിചാരല്ലേ? അത് നമുക്ക് വേണ്ട. എന്റെ ശ്രോതാക്കൾ, നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവത്തങ്ങളാൽ നടത്തപ്പെടുന്നൊരു പോലെ പാവത്തങ്ങളാൽ കൊടുക്കുന്ന സനത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കില്ല. ഓരോ കിതാബ് ഓതിയപ്പോ എന്റെ ഉസ്താദ് ഇന്നതാണ്, ഓർ എനിക്ക് പഠിപ്പിച്ചത് ഓർ കൊടുത്ത് ഇന്നാളാണ്, നേരത്തെ ബാക്കി പറഞ്ഞ പോലെ ഇന്നാളാണ്, അല്ല തങ്ങൾ പറഞ്ഞ പോലെ ഇന്നാൾ അത് തന്ന പ്രകാരം നിങ്ങൾക്ക് ഞാൻ തന്നു, ആ പൊരുത്തം തന്നു, അത് പ്രചരിപ്പിക്കാൻ അതിനുള്ളൊരു അനുവാദം തന്നു. ഇത് മാത്രമാണ് എന്നല്ലാതെ വലിയ ഒരു ആനയോ അല്ലെങ്കിൽ ചക്കയോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നല്ല. ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ള എല്ലാവിധ ഹഖ് തആലയുടെ ആ ആലിമിയുടെ ഉഖ്റവി ആലിമിയുടെ അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു കണ്ണി സംഘടന സംസാരിക്കുന്നത്. ഇവിടെ നടത്തപ്പെടുന്ന കോളേജുകളിൽ ഏതാനും ചില കോളേജുകളോടൊപ്പം ഉള്ളൊരു കോളേജാണ് നമ്മുടെ ഫലാഹ്. അതിന്റെ സന്നിധാനമാണ് ഏപ്രിൽ നടക്കാൻ പോകുന്നത്. എല്ലാ വിധേനയുള്ള നിങ്ങളെ കൊണ്ട് എന്താണ് കഴിയുന്നത് നിൽക്കുള്ള ഏത് നിൽക്കാലും നിങ്ങളതിന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇമാം ജുബൈലിലേക്ക് എത്തുന്ന ഒരു രൂപ നമുക്കുണ്ടാവണം. ആയതുകൊണ്ട് അള്ളാഹു ഞാൻ നീട്ടി പറയല്ല, അതിനുള്ള തോഫീക്കും അതിനുള്ള കരുത്തും അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാം പെരുമാറാകട്ടെ. എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത് ഇവിടെ ബഹുമാനപ്പെടും. പിന്നെ നമ്മുടെ എല്ലാം ഓറല്ലേ നമുക്ക് ആഹ്റവും ദുനിയാവും എല്ലാം തന്നെ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതും ഓരോടെയും ഓരോ നിർദ്ദേശവും ഓരോ രാഷ്ട്രീയപ്രയായിരിക്കും നമുക്ക് നടത്തുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ബുദ്ധി എന്നല്ലാതെ മറ്റൊരു പുതിയ നമുക്ക് ചിന്തിച്ചുകൊണ്ടോ മറ്റൊരു വലിയ ജീവിത നിലവാരം ഉയർത്ത ഒരു കൂട്ടർ GMC കാറിൽ മറ്റൊരു കാറിൽ നമുക്ക് അതിനും പോകണം. ഇതിനൊന്നും മായനയില്ല. എന്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, അതൊക്കെ ദില്ലും സൈഡായി എന്തെങ്കിലും നാളെ പോകും. അതുകൊണ്ട് അവരെപ്പുറമൊന്നും കൂടാതെ ബഹുമാനപ്പെട്ട് നമുക്ക് നമ്മുടെ മഹാനവറുകളെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകാനുള്ള മനസ്സുണ്ടാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു നമുക്കെല്ലാം തന്നെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പിന്നെ ഈ സദസ്സില് ഇതൊരു വലിയ പ്രധാനപ്പെട്ട ദ്വാരക്കുമ്പ് കൊടുത്തിട്ട് ദ്വാരിപ്പിക്കുകയെന്നൊക്കെ വലിയൊരു മഹത്തായ കാര്യമാണ്. ആയതുകൊണ്ട് കയ്യിലെന്താ വെച്ചാൽ കുറെ ആളുകൾ കൊടുത്തിട്ടുണ്ട്, കയ്യിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ കൊടുത്താൽ അത് വലിയൊരു കാര്യം ആയി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകം ഒരു ഉദവിയും ഒരു തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ഉള്ളവരും ഇങ്ങോട്ട് കൊണ്ടുവരാം.